മാർത്തോമാ ശ്ലീഹായുടെ പ്രവർത്തനങ്ങളുടെ ആദ്യ മണ്ഡലം അത് തീർച്ചയായും ഇരിങ്ങാലക്കുട രൂപതയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലായിരിക്കണം. ഏഴര പള്ളികളെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. കൊടുങ്ങല്ലൂരിൽ എത്തിച്ചേർന്ന തോമാ ശ്ലീഹ പാരമ്പര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കായി എപ്പോഴും മലമുകൾ തിരഞ്ഞെടുക്കുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ കൊടുങ്ങല്ലൂരിന് ഏറ്റവും അടുത്തുള്ള ഈ കനകമലയിൽ പ്രാർത്ഥിക്കുവാനായി തോമാ ശ്ലീഹ വന്നിട്ടുണ്ടായിരിക്കണം എന്ന് വിശ്വസിക്കപ്പെടുകയാണ്. ഏറ്റമേറ്റമരുൾ ചെയ്തങ്ങരങ്ങിൽ വന്നേ ബാലരായ ഞങ്ങളിൽ നാടിപ്പാടി കളിക്കുമ്പോൾ വാളിനും പരിചയ്ക്കും തന്നൊരു വരം നൽകേണേ. അങ്ങനെ ധുംത തരികിട തമൃത തരികിട ദൈ 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 അങ്ങനെ ധുംത തരികിട തമൃത തരികിട ദൈ 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 ദൈ. ആ പുണ്യവാനി സഹാക്കിലുണ്ടായി രണ്ടു മക്കൾ, ഒന്നാമൻ ഏസാവും രണ്ടാമൻ യാക്കോബും. തകിട തകതിമി തകിട തകതിമി തകിട തകതിമി തോ തുടിതാളം. ഗുരുവയും നിമിസിഹായെ കളിയാട്ടുവാൻ തുണ ചെയ്യണേ. അടവും ചുവടും പയറ്റി ഞങ്ങൾ കളി തുടങ്ങട്ടെ ഗുരുക്കളെ. എട്ട് നാളും കീർത്തി കേട്ട കനമല പള്ളിയിൽ ഇമ്മോടെ വണരുളും മാർത്തോമാ ശ്ലീഹ തമൃതേ. എട്ട് നാളും കീർത്തി കേട്ട കനമല പള്ളിയിൽ ഇമ്മോടെ വണരുളും മാർത്തോമാ ശ്ലീഹ തമൃതേ. നിന്നാമം സ്തുതിപ്പാനും നിന്നാമം കീർത്തിപ്പാനും കാരുണ്യം തന്നിടണേ മാർത്തോമാ ശ്ലീഹ തമൃതേ. നിന്നാമം സ്തുതിപ്പാനും നിന്നാമം കീർത്തിപ്പാനും കാരുണ്യം തന്നിടണേ മാർത്തോമാ ശ്ലീഹ തമൃതേ. എട്ട് നല്ല കോടാകോടി പൊടിമഞ്ഞൾ പഞ്ചമേളം മുതിരജ്ഞ കൂട പീഡിച്ചെഴുന്നള്ളുന്നേ തകതമൃതേ. എട്ട് നല്ല കോടാകോടി പൊടിമഞ്ഞൾ പഞ്ചമേളം മുതിരജ്ഞ കൂട പീഡിച്ചെഴുന്നള്ളുന്നേ തകതമൃതേ. താതൃകതിന്തോം താതൃകതിന്തോം താത്തയ്യത്തകതി താതിന്താ തരികിട തിന്താ തയ്യക്കം തിന്താ തരികിടതമൃതേ. താത്തരികിടത്തന്നാനെ തകതരികിടത്തന്നാനെ. കേരള നാട്ടില് ഞാൻ ചുറ്റിയ സഞ്ചാരം, 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 കേരള നാട്ടില് ഞാൻ ചുറ്റിയ സഞ്ചാരം. മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ച കൊടുങ്ങല്ലൂർ പാലയൂർ പള്ളി, കോതമംഗലം പറവൂർ പള്ളി, കൊല്ലം നിരണ നിലയ്ക്കൽ പള്ളി. കേരള നാട്ടില് ഞാൻ ചുറ്റിയ സഞ്ചാരം, കേരള നാട്ടില് ഞാൻ ചുറ്റിയ സഞ്ചാരം. താതൃകതിന്തോം താതൃകതിന്തോം താത്തയ്യത്തകതി താതിന്താ തരികിട തിന്താ തയ്യക്കം തിന്താ തരികിടതമൃതേ. തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട രൂപതയിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമാണ് കനകമലയിലെ സെന്റ് ആന്റണീസ് ദേവാലയം. രണ്ട് വിശുദ്ധരുടെ തീർത്ഥാടന കേന്ദ്രങ്ങളായി ഒരു ഇടവക വർത്തിക്കുന്നു എന്ന കാഴ്ച ഏറെ മനോഹരമാണ്. വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ തോമാ ശ്ലീഹായുടെയും തീർത്ഥാടന കേന്ദ്രങ്ങൾ ഒന്നിച്ചിവിടെ സ്ഥിതി ചെയ്യുന്നതിനാൽ അനേകം തീർത്ഥാടകരുടെ
ഒരു ആശ്രയ കേന്ദ്രം കൂടിയാണ് ഇന്ന് കനകമലപ്പള്ളി. കൊടുങ്ങല്ലൂരിന് ഏറ്റവും അടുത്തു നിൽക്കുന്ന കോടശ്ശേരി മലയുടെ ഏറ്റവും മുകളിലായാണ് സെന്റ് തോമസ് കുരിശുമുടി സ്ഥിതി ചെയ്യുന്നത്. പ്രാർത്ഥനാപൂർവം ആ കുരിശുമുടിയിലെത്തുന്ന ഓരോ വിശ്വാസിയെയും കാത്ത് യേശുവിനെ ഏറ്റവും അധികം സ്നേഹിച്ച ഒരു പുണ്യാളൻ ഇരിപ്പുണ്ട്. കനകമലയിലെ പുണ്യാളൻ. ആയിരത്തി 1940 കാലഘട്ടങ്ങളിൽ പേരാമ്പ്രപ്പള്ളി ഇടവക വികാരിയായിരുന്ന അന്തപ്പനച്ചൻ്റെ കാലത്ത് അവിടെ പള്ളിയിലിരിക്കുമ്പോൾ കനകമല മുകളിൽ 5 കിലോമീറ്റർ ദൂരത്തിൽ മുകളിൽ ഒരു ദിവ്യ പ്രകാശ വലയം കാണുകയുണ്ടായി. അത് 3 ദിവസം ഇങ്ങനെ ആവർത്തിച്ച് കണ്ടതിൻ്റെ ഫലമായി അച്ഛനത് എന്താണെന്ന് അറിയാൻ വേണ്ടി കനകമലയുടെ മുകളിൽ കയറി ഇടവകക്കാർ ഒരുമിച്ച് ചെന്ന് അവിടെ സന്ദർശിച്ചപ്പോൾ അവിടെ കാണാനിടയായത് ഒരു കുരിശും ഒരു ദിവ്യ കാൽപാദവും അവിടെ കാണാനിടയായി. അവിടെ തുടർന്ന് അച്ഛനൊരു വലിയ കുരിശ് സ്ഥാപിക്കുകയും അവിടേക്ക് ധാരാളം ജനങ്ങൾ കയറി വരികയും ചെയ്തു. 1948 കാലഘട്ടങ്ങളിൽ താഴെ ഒരു ചെറിയ കപ്പേള സ്ഥാപിക്കുകയും ആ കപ്പേളയ്ക്ക് വേണ്ട സ്ഥലം ചുള്ളി വീട്ടുകാർ തറവാട്ടുകാരും കളത്തെങ്കൽ തറവാട്ടുകാരും കൂടി തരികയും അവിടെ ഒരു ചെറിയ കപ്പേള സ്ഥാപിക്കുകയും ചെയ്തു. ആ കപ്പേള സ്ഥാപിച്ച സ്ഥലത്ത് നാനാജാതി മതസ്ഥർ വരികയും പ്രാർത്ഥനയുടെ ഫലമായി രോഗശാന്തി ശുശ്രൂഷ നടക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന്. 2001 കാലഘട്ടങ്ങളിൽ ജോസ് കുറ്റിക്കാടൻ അച്ഛൻ വികാരിയായിരുന്ന കാലത്ത് ഇവിടെ കുറച്ച് പ്രശ്നങ്ങൾ, സാമൂഹ്യദ്രോഹികൾ പള്ളിയുടെ കുറേ ഭാഗങ്ങളിൽ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കുകയും അതിൻ്റെ ഫലമായി ആ കാലഘട്ടത്തിൽ ഇതിനൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ തീരുവാൻ വേണ്ടി ഇരിഞ്ഞാലക്കുട ജെയിംസ് പിതാവിൻ്റെ അടുത്ത് എത്തിയപ്പോൾ പിതാവ് ഇടവക ജനങ്ങളോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. നിങ്ങൾ തുടർച്ചയായിട്ട് ഈ മലമൂടിൽ കയറി പ്രാർത്ഥനകൾ നടത്തുന്നുണ്ടോ എന്നൊരു ചോദ്യം ഉന്നയിക്കുകയും ആ ചോദ്യത്തിൻ്റെ ഫലമായി ഇടവകയിലെ കള്ളുത്തുറമ്പിൽ ജോൺസൺ എന്ന ആളുടെ നേതൃത്വത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ കുരിശുമുടിയിലേക്ക് ഒരു കുരിശിൻ്റെ വഴി കരിച്ചുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ആരംഭിച്ച പ്രാർത്ഥന ഇന്നും തുറന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്കായിട്ട് ധാരാളം ആളുകൾ എത്തുകയും വെള്ളിയാഴ്ചകൾ വരുന്ന ആളുകളെല്ലാം ഒരുമിച്ച് കൂടി മലമുകളിലെ കപ്പേളയ്ക്ക് മുമ്പിൽ പ്രാർത്ഥനയും കാര്യങ്ങളും നടത്തുക പതിവായിരുന്നു. തുടർന്ന് മലമുകളിൽ വിശുദ്ധ കുർബാന അനുവദിച്ച് ലഭിക്കുകയും എല്ലാ വെള്ളിയാഴ്ചകളിലും 11 മണിക്ക് കുർബാന മലമുകളിൽ നടത്തപ്പെടുകയും ചെയ്തിരുന്നു. സ്നേഹമുള്ളവരെ, പെന്തക്കുസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ അപ്പോസ്തലന്മാർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പോയി സുവിശേഷം പങ്കുവയ്ക്കാനുള്ള തീരുമാനമെടുക്കുമ്പോൾ എവിടേക്ക് പോകണം എന്നുള്ളത് സഭയുടെ പാരമ്പര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നറുക്കെടുപ്പിലൂടെ അവർ തീരുമാനിക്കാനാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ നറുക്കെടുത്തപ്പോൾ തോമാസ് ലീഹയ്ക്ക് കിട്ടിയ സ്ഥലമാണല്ലോ ഭാരതം. ഭാരത മണ്ണിലേക്ക് ഏറെ തീക്ഷ്ണതയോടുകൂടെ യേശുവിനെക്കുറിച്ച് പറയാനും ക്രിസ്തുവിൻ്റെ നാമത്തിൽ സഭ സ്ഥാപിക്കാനുമായി തോമാസ് ലീഹ ധൈര്യപൂർവ്വം ഇറങ്ങി പുറപ്പെട്ടു. നമുക്കറിയാവുന്ന പോലെ ഇരിങ്ങാലക്കുട രൂപതയുടെ ഒരു ഭാഗമായ കൊടുങ്ങല്ലൂരിലാണ് മാർ തോമാസ് ലീഹ വന്ന് കപ്പലിറങ്ങുന്നത്. അവിടെ നിന്നും ആരംഭിച്ച പ്രേക്ഷിത യാത്ര മൈലാപ്പൂര് ചിന്നമലയിലൊക്കെയായി പൂർത്തീകരിക്കപ്പെടുമ്പോൾ മാർ തോമാസ് ലീഹായുടെ പ്രവർത്തനങ്ങളുടെ ആദ്യ മണ്ഡലം അത് തീർച്ചയായും ഇരിങ്ങാലക്കുട രൂപതയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലായിരിക്കണം. 7 പള്ളികളെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. കൊടുങ്ങല്ലൂരിൽ എത്തിച്ചേർന്ന തോമാസ് ലീഹ പാരമ്പര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കായി എപ്പോഴും മലമുകൾ തിരഞ്ഞെടുക്കുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ കൊടുങ്ങല്ലൂരിന് ഏറ്റവും അടുത്തുള്ള ഈ കനകമലയിൽ പ്രാർത്ഥിക്കുവാനായി തോമാസ് ലീഹ വന്നിട്ടുണ്ടായിരിക്കണം എന്ന് വിശ്വസിക്കപ്പെടുകയാണ്. ചരിത്രപരമായ രേഖകളൊന്നും തന്നെ ഇതിന് നമുക്ക് ലഭ്യമായിട്ടില്ല. പേരാമ്പ്രപ്പള്ളിയിലെ 1940-കളിലൊക്കെ വികാരിച്ചനായിരുന്ന ബഹുമാനപ്പെട്ട അന്തപ്പനച്ചനാണ് മലമുകളിൽ ഒരു അലൗകികമായിട്ടുള്ളൊരു പ്രകാശം കണ്ടത്. ആ പ്രകാശത്തിൻ്റെ കാരണം അന്വേഷിച്ച് ചെന്നപ്പോൾ അവിടെ ഒരു കുരിശ് കണ്ടെത്തുകയും ആ കുരിശിരുന്ന സ്ഥലത്ത് പിന്നീട് കപ്പേള പണിതുയർത്തുകയും ചെയ്തു. അന്നു മുതൽ ആരംഭിച്ച
നോമ്പുകാല തീർത്ഥാടനം ഇന്നും ഗംഭീരമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഓരോ ദിവസവും നോമ്പുകാലത്തിലെ ഓരോ ദിവസവും പതിനായിരക്കണക്കിന് ജനങ്ങളാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയങ്ങളിൽ മല കയറി ഇറങ്ങി പ്രാർത്ഥിക്കുന്നത്. മലമുകളിലെ ചെറിയ കപ്പേളയാണ്. മലമുകളിലേക്ക് കയറിപ്പോകാൻ വിശാലമായ വഴികളുമില്ല. ഇടുങ്ങിയ പാതയാണ്, കുത്തനെയുള്ള കയറ്റം. എങ്കിലും ധാരാളം പേർ ഓരോ ദിവസവും വന്ന് മല കയറി പ്രാർത്ഥിക്കുന്നു. വർഷത്തിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും ശുശ്രൂഷകൾ നടത്തപ്പെടുന്നു. അതിലും ധാരാളം പേർ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നു. വിശുദ്ധ തോമാശ്ലീഹ ഈശോയെ കണ്ടപ്പോൾ ഉണ്ടായ വലിയ വിശ്വാസം ഓരോ മക്കളിലും ഉണ്ടാകട്ടെ. നിറഞ്ഞ മനസ്സോടെ ഈശോയുടെ മുമ്പിൽ നിങ്ങളായിരിക്കുക. മക്കളെ, കരങ്ങളുയർത്തി നിന്റെ ഉള്ളിനെ നീ ഒന്ന് വിശുദ്ധി വരുത്തുക. കർത്താവിൻ്റെ മുമ്പിൽ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്: എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. നിന്റെ പാപത്തെ എല്ലാം മോചിപ്പിച്ച് വിശുദ്ധീകരിച്ച് നീ എൻ്റെ മകനാണ്, നീ എൻ്റെ മകളാണ്. ഏതെങ്കിലും തരത്തില് പാപങ്ങളിൽ നമ്മൾ അരിഞ്ഞു ചേർന്നുണ്ടെങ്കിൽ അതെല്ലാം ഈ നിമിഷം കർത്താവിൻ്റെ മുമ്പിൽ നിന്റെ ഹൃദയം തുറന്ന് നീ പ്രാർത്ഥിക്ക്, വിശുദ്ധി വരുത്ത്, ദൈവത്തെ സ്വീകരിക്ക്, ദൈവത്തിന്റെ മക്കളായി മാറ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാർത്തോമാശ്ലീഹായുടെ മധ്യസ്ഥതയാൽ ഓരോ വെള്ളിയാഴ്ചയും ധാരാളം അത്ഭുതങ്ങൾ നടത്തപ്പെടുന്നു. പലരും സാക്ഷ്യപ്പെടുത്തുമ്പോഴാണ് പിന്നീട് നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ കിട്ടിയതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കനകമല ഇരിങ്ങാലക്കുട രൂപതയുടെ മലയോര മേഖലകളിൽപ്പെട്ട സ്ഥലമാണ്. ഇരിങ്ങാലക്കുട രൂപതയുടെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രം എന്ന് കനകമലയെ വിശേഷിപ്പിക്കാം. അടിവാരം പള്ളി വിശുദ്ധ അന്തോണീസിൻ്റെ നാമധേയത്തിലുള്ള തീർത്ഥാടന ദേവാലയമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളതാണ്. മലമുകളിൽ കുരിശുമുടിയിലെ കപ്പേള മാർത്തോമാശ്ലീഹായുടെ മധ്യസ്ഥതയ്ക്കാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അങ്ങനെ രണ്ട് തീർത്ഥാടന കേന്ദ്രങ്ങൾ ഒരുമിച്ച് സ്ഥിതി ചെയ്യുന്ന ഒരു പുണ്യസ്ഥലം കൂടിയാണ് കനകമല. ഇരിങ്ങാലക്കുട രൂപതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കനകമല. പ്രത്യേകിച്ച് അഭിനന്ദ പിതാവാണ് ഓരോ വർഷവും ഏഴരപ്പള്ളികളിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് കൊണ്ടുവരുന്ന ദീപശിഖ മലമുകളിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ച് തരുന്നത്. മഹാതീർത്ഥാടനം ഓശാന ഞായറാഴ്ചകളിൽ നടത്തപ്പെടുമ്പോൾ അഭിനന്ദ പിതാവിനോടൊപ്പമാണ് പതിനായിരക്കണക്കിന് ജനങ്ങൾ മല കയറി അവിടെ വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. രൂപതയുടെ സഹമധ്യസ്ഥനും കൂടിയായ മാർത്തോമാശ്ലീഹായുടെ മധ്യസ്ഥം തേടാനും പ്രാർത്ഥിക്കുവാനും ത്യാഗങ്ങൾ സഹിച്ച് സഭയുടെ വിശുദ്ധീകരണത്തിനും നമ്മുടെ വിശുദ്ധീകരണത്തിനുമായിട്ട് കാഴ്ചവെക്കാനുമായി നിങ്ങളേവരെയും കനകമലയിലേക്ക് ഹൃദ്യമായി ക്ഷണിക്കുക കൂടി ചെയ്യുന്നു. യേശുവിൻ്റെ ശിഷ്യൻ നീ, ഭാരതത്തിൻ ഭാഗ്യം കണ്ടു കണ്ണിൽ കൊണ്ടു പ്രിയ ഗുരുവിൻ തിരുവിലാവ്. യേശുവിൻ്റെ ശിഷ്യൻ നീ, ഭാരതത്തിൻ ഭാഗ്യം കണ്ടു കണ്ണിൽ കൊണ്ടു പ്രിയ ഗുരുവിൻ തിരുവിലാവ്. വൈകിയില്ല തെല്ലുമവൻ ആത്മാവിൽ പൂരിതനായി അലകടൽ താണ്ടീത അജ്ഞരുടെ നാട്ടിലേക്ക്. വൈകിയില്ല തെല്ലുമവൻ ആത്മാവിൽ പൂരിതനായി അലകടൽ താണ്ടീത അജ്ഞരുടെ നാട്ടിലേക്ക്.
അമർത്യമായ വചനം നിൻമൊഴിയിൽ അനുസ്യൂതമൊഴുകിയെന്നെന്നും മലമേലുയർന്ന പ്രകാശഗോപുരം പോൽ മൊഴികളിൽ വഴിയൊരുക്കി പ്രാണനാഥനായി. മലമേലുയർന്ന പ്രകാശഗോപുരം പോൽ മൊഴികളിൽ വഴിയൊരുക്കി പ്രാണനാഥനായി. എൻ്റെ പേര് ആൻഡലി. നോർത്ത് ചാലക്കുടിയിൽ വീട്. കനകമല കയറി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് 13 വർഷമായി. ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കുന്നൊരു മലയാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും പ്രാർത്ഥനയോടെ ധാരാളം ആളുകൾ മല കയറി പ്രാർത്ഥിക്കുകയും ഒരുപാട് അനുഭവ സാക്ഷ്യങ്ങൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഫലമായി ഞാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എനിക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവർ എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി ഈശോ എനിക്കൊരു ജീവിത പങ്കാളിയെ നൽകി അനുഗ്രഹിച്ചു. ഞാൻ ബിടെക് 2020 ബിടെക് പാസ്സായതാണ്. അതിനുശേഷം എനിക്ക് നല്ല ജോലികളൊന്നും ലഭിച്ചായിരുന്നില്ല. ഒരു ചെറിയ ജോലി കിട്ടിയായിരുന്നു, എന്നാലും അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ കനകമല വന്ന് വെള്ളിയാഴ്ച ദിവസം മല കയറി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. മുത്തപ്പം വഴി എനിക്ക് ജോലി കിട്ടുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം എനിക്ക് ബിവോക്ക് ഡിഗ്രി പഠിപ്പിക്കുന്ന കോളേജിൽ ലെക്ചറായിട്ട് ജോലി കിട്ടി. പുണ്യാളുടെ മാധ്യസ്ഥം വഴി മാത്രമാണ് എനിക്കത് ലഭിച്ചത്. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. മിശിഹായിൽ സ്നേഹമുള്ളവരെ, ക്രിസ്തുവിനോടൊപ്പം മരിക്കാൻ തയ്യാറായ വലിയൊരു വിശുദ്ധൻ്റെ ഓർമ്മ ദിനം നമ്മളിന്ന് കൊണ്ടാടുകയാണ്. ദുഃഖ്രാന തിരുനാൾ. മാർത്തോമാ ശ്ലീഹ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന വചനത്തെ ഉദ്ധരിച്ചതിൻ്റെയൊക്കെ ഒരു ഓർമ്മ നമ്മളിന്ന് കൊണ്ടാടുകയാണ്. തോമാ ശ്ലീഹായുടെ മധ്യസ്ഥ സഹായം നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധമായി ലഭിക്കുമാറാകട്ടെ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോമാ ശ്ലീഹായോട് ഏറ്റവും അടുപ്പം തോന്നിയ ഒരു കാലഘട്ടം ചെന്നൈ മിഷനിൽ, ഇരിങ്ങാലക്കുട രൂപത എടുത്ത് നടത്തിയ മിഷനായിരുന്നു ചെന്നൈ മിഷൻ. ഇന്നത് ഹൊസൂർ രൂപതയായി മാറി. ആ മിഷനിൽ വർക്ക് ചെയ്യുന്ന കാലഘട്ടമാണ്. അവിടെ ഒരു 10-10.5 വർഷങ്ങൾക്ക് മുൻപ് ഷാലോം ടെലിവിഷൻകാർ അവിടെ മൈലാപ്പൂർ മാർത്തോമാ ശ്ലീഹായുടെ കബറിടത്തിൽ ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് ഷൂട്ടിങ്ങിന് വേണ്ടി വന്നെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ജൂലൈ 3-ാം തീയതികളിൽ സംപ്രേഷണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വിശുദ്ധ കുർബാനയായിരുന്നു. അന്ന് മൈലാപ്പൂർ തോമാ ശ്ലീഹായുടെ കബറിടത്തിൽ ഏത് വൈദികനാണ് വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ആ ചർച്ച നടന്നപ്പോൾ ആ നിയോഗം ഒരു കുറി പോലെ എനിക്കാണ് വന്നു വീണത്. അന്ന് ഞാൻ ആലോചിച്ചു, തോമാ ശ്ലീഹ എന്തിനായിരിക്കും എന്നെ ഇങ്ങനെ ഒരു നിയോഗത്തിന് വേണ്ടി തിരഞ്ഞെടുത്തതെന്ന്. പക്ഷേ അതിനുത്തരം 2 മാസങ്ങൾക്ക് ശേഷം എനിക്ക് ലഭിച്ചു. എന്നെ ചിന്നമലയുടെ വികാരിയായിട്ട് അഭിനന്ദ പിതാവ് നിയമിച്ചു. എന്നെക്ക് ഏൽപ്പിച്ചു തന്ന ഉത്തരവാദിത്വം മാർത്തോമാ ശ്ലീഹ മരണമടഞ്ഞ ആ സ്ഥലത്ത് സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി ഒരു ദേവാലയം നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു. വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. കൻ്റോൺമെൻറ്റ് ഏരിയയിൽ പറ്റിയുള്ള ഒരു സ്ഥലത്ത് ഈ ദേവാലയ നിർമ്മാണം പ്രോപ്പറായിട്ടുള്ള നമുക്ക് അനുവാദമൊന്നും കിട്ടാത്തൊരു സാഹചര്യത്തിലാണ് ആരംഭിച്ചത്. ഓരോ പ്രതിസന്ധി വരുമ്പോഴും ഞാൻ ചിന്നമലയിൽ തോമാ ശ്ലീഹ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ കുത്തുകൊണ്ട ആ സ്ഥലം, അവിടേക്ക് ഞാൻ ഓടും. അവിടെ കൈവച്ച് ആ കൈയുടെ അടയാളത്തിൽ ഞാനും കൈവച്ച് പ്രാർത്ഥിക്കും, ഈ പ്രതിസന്ധി മറികടക്കാനുള്ള കൃപ തരണമേന്ന്. അത്ഭുതകരമായി എല്ലാ പ്രതിസന്ധികളും നീങ്ങിപ്പോകുന്നതാണ് കണ്ടിട്ടുള്ളത്. ഒരിക്കലും അതിൻ്റെ ആ പള്ളിയുടെ നിങ്ങളവിടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചിന്നമലയിലുള്ള നമ്മുടെ സീറോ മലബാർ പള്ളി, അതിൻ്റെ ആദ്യത്തെ വാർക്ക നടക്കുന്ന സമയം
അത് പൊളിച്ചു കളയാൻ വേണ്ടിയിട്ട് JCB ഒക്കെ ആയിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അവരുടെ മുൻപിൽ കയറി നിന്ന് ആദ്യം സ്വാമിയാർ, അതുക്കപ്പുറം കോവിൽ എന്നൊക്കെ പറഞ്ഞ് ശക്തിയോടുകൂടെ നിന്നത് ഞാനിപ്പോഴും ഓർക്കാണ്. അങ്ങനെ തോമാശ്ലീഹായുടെ ഒരു ധൈര്യം അന്ന് എനിക്കും കിട്ടിയിരുന്നു. തോമാശ്ലീഹായുടെ ആ ഒരു മധ്യസ്ഥ സഹായം നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിലായിരിക്കാൻ പറ്റിയത് വളരെ അനുഗ്രഹമായി എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നീട് കനകമലയിലേക്ക് വന്നപ്പോഴാണ് മാർത്തോമാശ്ലീഹായുടെ മധ്യസ്ഥ സഹായത്തിൻ്റെ കൂടുതൽ ശക്തി അനുഭവിച്ചറിയാനായിട്ട് സാധിച്ചത്. ഓരോ വെള്ളിയാഴ്ചയും ധാരാളം പേർ എത്തിച്ചേരുകയും 1.5 കിലോമീറ്ററോളം കുത്തനെയുള്ള ഈ കയറ്റം പ്രാർത്ഥനകൾ ചൊല്ലി, കുരിശിൻ്റെ വഴി ചൊല്ലി, ജപമാല ചൊല്ലി കയറുകയും ഒരുപാട് അനുഭവ സാക്ഷ്യങ്ങൾ, സൗഖ്യത്തിൻ്റെ സാക്ഷ്യങ്ങൾ ഇവിടെ മലമുകളിൽ കേൾക്കുകയും ചെയ്തപ്പോൾ തോമാശ്ലീഹായുടെ സജീവമായിട്ടുള്ള ഒരു വിശ്വാസം, സജീവമായുള്ള സാന്നിധ്യം എനിക്കിന്നും അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നു. ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചങ്കൂറ്റമുള്ളവൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് കൊടുക്കാനുള്ള മറുപടി അത് തോമാശ്ലീഹ ആയിരുന്നു എന്നുള്ളതാണ്. കാരണം യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം ലാസറിനെ വേർപ്പിക്കാൻ പോകുന്ന സമയത്ത് ചാടിക്കയറി അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാമെന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം കാണിച്ചത് തോമാശ്ലീഹയാണ്. കർത്താവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം പേടിച്ച് വിറച്ച് ഇരുന്ന അപ്പോസ്തലന്മാർക്ക് ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം തോമാശ്ലീഹ പുറത്തു പോയതെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. ആ സമയം നോക്കിയിട്ടാണ് കർത്താവ് മറ്റ് അപ്പോസ്തലന്മാർക്ക് പ്രത്യക്ഷനാകുന്നത്. അത് വിശ്വസിക്കാൻ തോമാശ്ലീഹയ്ക്ക് ഒരിക്കലും സാധിച്ചില്ല. ഞാൻ ഇത്രമാത്രം എൻ്റെ കർത്താവിനെ സ്നേഹിച്ചിട്ട് മരിക്കാൻ വരെ തയ്യാറായി കൂടെ നിന്നിട്ട് ഞാനില്ലാത്ത സമയം നോക്കി മറ്റുള്ളവരെ കണ്ടുപോകാൻ ഗുരു വരികയോ അതൊരിക്കലും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷത്തിലല്ലായിരുന്നു തോമാശ്ലീഹ. അതാണ് തോമാശ്ലീഹായുടെ സംശയം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. പക്ഷേ പിന്നീട് എനിക്ക് അവൻ്റെ തിരുവിലാവിലെ മുറിവ് കാണണം, അതിൽ തൊടണമെന്നുള്ള വാശിയോടുകൂടി തോമാശ്ലീഹ 8 ദിവസം ഉപവാസ സമരം പ്രഖ്യാപിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 8-ാം ദിവസം വീണ്ടും തോമാശ്ലീഹയ്ക്ക് വേണ്ടി മാത്രം പ്രത്യക്ഷപ്പെട്ടു. അവനോട് പറഞ്ഞു, നിൻ്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ പാർശ്വത്തിൽ നീ നിൻ്റെ വിരൽ വെച്ച് വിശ്വാസിയായിരിക്കാനായിട്ട് കർത്താവ് അവനോട് ആവശ്യപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ തിരുവിലാവിൽ ഈ കുന്തം കൊണ്ട് കുത്തിയ മുറിവുണ്ടായെന്ന് തോമാശ്ലീഹയ്ക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ഞാനിങ്ങനെ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്. കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ സമയത്ത്, കുരിശുമരണത്തിൻ്റെ സമയത്തും കുരിശു വഹിച്ചുകൊണ്ട് പോകുന്ന സമയത്തൊക്കെ യോഹന്നാൻ ശ്ലീഹ മാത്രമാണ് കർത്താവിനെ അനുഗമിച്ചതെന്നൊക്കെ നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ചിന്തിക്കുന്നു, ഇത്രയും ചങ്കൂറ്റമുള്ള തോമാശ്ലീഹ കർത്താവിനെ ഇട്ടിട്ട് പോയിരിക്കാൻ യാതൊരു സാധ്യതയില്ല. ഏതെങ്കിലും വഴിയിലൂടെ തോമാശ്ലീഹ അവിടെ ഉണ്ടായി കാണണം. അതുകൊണ്ട് ആണ് തോമാശ്ലീഹയ്ക്ക് അത്ര കൃത്യമായിട്ടുള്ള അറിവ്, മുറിവുണ്ട്, എൻ്റെ കൈവിരലിടാൻ മാത്രമുള്ളൊരു മുറിവ് അവൻ്റെ പാർശ്വത്തിലുണ്ട് എന്നുള്ള വിശ്വാസം തോമാശ്ലീഹയ്ക്ക് വന്നത് അതുകൊണ്ടായിരിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് യേശു ക്രിസ്തുവിനെ തൊട്ട് അവൻ്റെ ഹൃദയത്തിൻ്റെ ഇടയിലേക്ക് കൈകളിടാൻ ഭാഗ്യം ലഭിച്ച തോമാശ്ലീഹയുടെ ഓർമ്മ കൊണ്ടാടുമ്പോൾ നമുക്കും ഉണ്ടാകട്ടെ തോമാശ്ലീഹയുടെ അനുഗാമികൾ എന്ന നിലയ്ക്ക് ആ ഒരു വിശ്വാസം, ഒരു ചങ്കൂറ്റത്തിൻ്റെ വിശ്വാസം, കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ, ഏത് പ്രതിസന്ധിയിലും ഈശോയെ വിട്ടുപിരിയാതെ ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു തൻ്റെ ഇടം ക്രൈസ്തവ മക്കളായി നമുക്ക്, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ മക്കളായി ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കനകമലയിലെ മേലെ പള്ളിയിൽ തോമാശ്ലീഹ നമ്മെ ഓരോരുത്തരെയും കാത്തിരിപ്പുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നാം ആദ്യം ഓടിയെത്തേണ്ടത് നമുക്ക് ക്രിസ്തുവിശ്വാസത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ പറഞ്ഞു തന്ന തോമാശ്ലീഹായുടെ അടുത്തേക്കാണ്. കാരണം അവന് മാത്രമേ ഗുരുവിൻ്റെ പാർശ്വത്തിലെ തിരുമുറിവിൻ്റെ ആഴമറിയുമായിരുന്നുള്ളൂ. ആ തിരുമുറിവിൽ നിന്ന് ഒഴുകിയ തിരിച്ചോര ഈ മാനവകുലത്തിന് മുഴുവൻ രക്ഷയായി മാറിയത് തൊട്ടറിഞ്ഞനുഭവിച്ചവനാണ് നമ്മുടെ കനകമലയിലെ പുണ്യാളൻ. ഇവിടെ ഈ ഇടവകാംഗങ്ങൾ ഒന്നു ചേർന്നിരിക്കുന്നത് തോമാശ്ലീഹ പകർന്നു നൽകിയ ക്രിസ്തുമാർഗത്തെ ആടിപ്പാടി സ്തുതിക്കുന്നതിനു വേണ്ടിയാണ്. മാർത്തോമായുടെ പാരമ്പര്യമുള്ള ക്രൈസ്തവർ ഈണത്തിൽ പാടുന്നത് അവൻ്റെ പുണ്യങ്ങൾ തന്നെയാണ്. ും
എൻ്റെ പേര് തോമസ് പുല്ലോക്കാരൻ. എനിക്ക് 10 വയസ്സ് മുതൽ കനകമല മുകളിലെ പള്ളിയെ സംബന്ധിച്ച് എനിക്ക് വിവരങ്ങൾ അറിയാവുന്നതാണ്. എനിക്ക് 10 വയസ്സ് മുതൽ ആടുമേച്ചിലായിരുന്നു. എൻ്റെ ജ്യേഷ്ഠന്മാരും ഞങ്ങളും കൂടെ മലയിൽ പോകാറുണ്ട്. ആടുകളെ കൊണ്ടുപോയി അവിടെ ഈ പള്ളിയെടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ചെല്ലുന്നതോടൊപ്പം നമ്മുടെ ഈ തൊകല് അരിയാന്നാണ് ചവറരിയുന്ന ഒരു സ്ത്രീകളൊക്കെ ഉണ്ട്. അവർ വരുന്നു, അവിടെ വരുന്നു പ്രാർത്ഥിക്കുന്നു, അവർ മെഴുകുതിരി കത്തിക്കുന്നു. അങ്ങനെ ഒരു നല്ല ഒരു ഐതിഹ്യമാണ് എൻ്റെ ചെറുപ്പം മുതൽ കാണുന്നത്. ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ എന്ത് കാര്യം സാധിക്കും എന്നുള്ള കാര്യം വളരെ വ്യക്തം, യാതൊരു സംശയമില്ല. പിന്നെ ഞാൻ ഈ 10 വയസ്സിൽ ഇത്രയും ഒന്നും അനുഭവമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. കുറച്ചും കൂടി വളർന്നു വന്നപ്പോഴാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് സാധിക്കുമെന്ന് തോന്നി. ഇന്നും പലരും ചിന്തിക്കുന്നതാണ് പ്രാർത്ഥിച്ചാൽ നടക്കുമെന്നില്ല. കനകമല ഒന്ന് പ്രാർത്ഥിച്ചാൽ നടക്കും എന്നുള്ള കാര്യം പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിച്ച് പറയുകയാണ്.